തായ്ലൻഡിലെ കടലിന് മുകളിൽ തടിത്തൂണുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മുസ്ലിം ഐലൻഡിലേക്കാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത്. കോ പാനി എന്നാണ് ഈ ഐലൻഡിന്റെ പേര്. കടലിന് മുകളിൽ നിങ്ങൾക്കറിയാം, പുക്കറ്റിനൊക്കെ അടുത്ത് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് അടുത്തായിട്ട് കടലിന് മുകളിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഐലൻഡിൽ 300-ലധികം കുടുംബങ്ങളും 1600-ലധികം ആളുകളും താമസിക്കുന്നു. പന്നിയെ കൊണ്ടുവരാൻ പാടില്ല, ആൽക്കോൾ പാടില്ല, പെറ്റ്സിനെ കൊണ്ടുവരാൻ പാടില്ല. ആരെങ്കിലും മദ്യം വിൽക്കുകയോ എന്തെങ്കിലും പന്നിയെ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 5000 ബാത്തും ഒരു ആടും ഒരു ഗോട്ടും, അതാണ് ഫൈൻ. ഇതെല്ലാം വീടുകളാണെന്ന് നോക്കി. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഇതാണ് എന്റെ മുറി എന്ന് പറയുന്നത്. ജനൽ ഉണർന്നിട്ട് നമുക്ക് കടലിലേക്ക് ചാടാം. എന്തൊന്നടേ ഇത്? വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മുസ്ലിം നിയമങ്ങളും റിലീജിയസ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഇതെന്ന് എനിക്ക് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. ആ കാണുന്ന വലിയ മലയുടെ സൈഡിലായിട്ടാണ് നമുക്ക് ആ ഒരു മോസ്ക് കാണാൻ സാധിക്കുന്നത്. ആ മലയോട് ചേർന്ന് നമുക്ക് ഇവരുടെ സെമിത്തേരിയും കാണാൻ സാധിക്കും. ഇവിടുത്തെ മൊബൈൽ നെറ്റ്വർക്കാണ് ഈ കാണുന്നത്. കണ്ടില്ല, നമുക്ക് എല്ലാവർക്കും ബൈക്കും കാറും ഒക്കെ ഉള്ള പോലെ ഇവിടെയൊക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ബോട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്കൂള്. കുട്ടികൾ പഠിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ഫ്ലോട്ടിംഗ് ഫുട്ബോൾ ഗ്രൗണ്ട് കാണാൻ സാധിക്കും. ഇവിടെ പന്നി FC എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇവിടെ ഒരു സോക്കർ ടീമൊക്കെ ഉണ്ട്. ഇതെന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഫുട്ബോൾ ഗ്രൗണ്ട്, ഫ്ലോട്ടിംഗ് ഫുട്ബോൾ ഗ്രൗണ്ട്. ഇത് ഭയങ്കര സംഭവം കേട്ടോ. കടലിന്റെ നടുവിലാണെങ്കിലും 5G ഇന്റർനെറ്റ് കണക്ഷൻ വിത്ത് സ്പീഡ് നോക്കി. നൈസ് ടു മീറ്റ് യു. ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊളിയല്ലേ?